ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. കൂടുതൽ മെച്ചമായി തൻ്റെ കുടുംബത്തെ പരിപാലിക്കുക എന്നുള്ളതായ ലക്ഷ്യത്തോടെ തൊഴിലവസരങ്ങൾ താരതമ്യേന കുറവായ തൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും മുംബൈയിലേക്ക് യാത്രയാവുകയാണ് നഴ്സായ 5 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മയായ ആ സഹോദരി. തൻ്റെ സഹോദരി തൻ്റെ കുഞ്ഞിനെ നോക്കാമെന്ന് ഏറ്റതുകൊണ്ടാണ് അവൾക്കങ്ങനെ പോകുവാനായിട്ടും സാധിക്കുന്നത്. പോകുന്നതിൻ്റെ തലേ രാത്രിയിൽ തൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു, അല്പം പഞ്ചസാര കൂട്ടി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവളത് കഴിച്ചുകൊള്ളും. അവളൊരല്പം ഷൈയാണ്. അതുമാത്രമല്ല, അവൾക്ക് ഇരുട്ടിന് നല്ല പേടിയുമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തോട്ടിങ്ങനെ നോക്കിയിരുന്നു കൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മകളെ എന്നെ പോലെ മറ്റാർക്കും അറിയില്ല. എന്നാൽ എനിക്കിപ്പോൾ അവളുടെ കൂടെ ആയിരിക്കുവാനും കഴിയുകയില്ല. എന്നാൽ ദൈവമേ, നിനക്ക് അതിന് കഴിയും. നമുക്കിഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ അടുത്തറിയുന്നു, നാം അവരെ കൂടുതലായി ശ്രദ്ധിക്കുന്നു. അവർ നമുക്ക് വളരെയേറെ വിലപ്പെട്ടവരുമാണ്. മറ്റാരേക്കാളും ദൈവം നമ്മെ അറിയുന്നു. സങ്കീർത്തനങ്ങൾ 139 അധ്യായം 1 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ നിമിഷങ്ങളെയും അവൻ അറിയുന്നു. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. അവൻ നമ്മളെ കരുതുന്നു, നമ്മളെ കാക്കുന്നു. എന്നാൽ തനിക്ക് പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികമായിട്ട് അവൻ അറിയുന്നു എന്ന് വചനം നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.